പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏതാണ്ട് 60 വർഷത്തോളം പഴക്കമുള്ള ഒരു വാൽവ് റേഡിയോയുടെ ചില ഭാഗങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ റേഡിയോ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള തനിമ നഷ്ടപ്പെടാതെ ഇപ്പോഴും ഞാനത് സൂക്ഷിച്ചിരിക്കുന്നു. ഇതിൻ്റെ കവറിന് ചെറിയൊരു ഡാമേജ് സംഭവിച്ചതുകൊണ്ട് അത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഈ റേഡിയോ അതിൻ്റെ തനിമയെ വെളിപ്പെടുത്തുന്ന ഒരു റേഡിയോ ആണ്. ഇതിൻ്റെ കാലഘട്ടം ഒക്കെ ഓർത്താൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമർ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ചില വാൽവുകൾ ഇതിലുണ്ട്. ഇതിൻ്റെ ഓസിലേറ്റർ കോയിലുകൾ, ആൻറ്റിന കോയിൽ. ഇതിനെന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതിൻ്റെ ഗാങ് കണ്ടൻസറിൻ്റെ ടെക്നോളജിയാണ്. എത്ര മനോഹരമായിട്ടാണ് ആ കാലയളവിൽ ഗാങ് കണ്ടൻസർ നിർമ്മിച്ചിരിക്കുന്നത്. നോക്കുക, മനോഹരമായിട്ട് എത്രയധികം ചിന്തിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഈ ടെക്നോളജി അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമാണ്. അത് തന്നെയായിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ സൂക്ഷിച്ചു വെക്കും. അത്രയ്ക്കും ഭംഗിയാണ് ഈ ഗാങ് കണ്ടൻസർ. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രിമ്മറുകൾ, ഓസിലേറ്റർ കോയിൽ. ഇത് കിട്ടുമ്പോൾ തന്നെ ഇവിടുത്തെ മെയിൻ ഫിൽട്ടർ കപ്പാസിറ്റർ നഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 1.25 ഇഞ്ചോളം വ്യാസം വരുന്ന ഒരു ഫിൽട്ടർ കപ്പാസിറ്ററായിരുന്നു. പിന്നെ ഇവിടെ ഈ സ്ലോട്ടിൽ ഉപയോഗിച്ചിരുന്ന വാൽവാണ് ഇത്. ഞാൻ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിവിടെ ഒരു റെഡ് മെർക്കുറി അടങ്ങിയ ഒരു വാൽവായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം ബാക്കിയുള്ള സോക്കറ്റുകളെല്ലാം കറുപ്പും അത് ഒരു റെഡ് കളറിലുള്ള സോക്കറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നിർമ്മാണത്തിൽ ചില കമ്പനിയുടെ ഡിസൈൻ്റെ പ്രത്യേകതയാണ്. അത് സർവീസ് ചെയ്യുന്നവർക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് അതങ്ങനെ കളർ കൊടുത്തിരുന്നത്. ആ റെഡ് മെർക്കുറി അടങ്ങിയ അല്ലെങ്കിൽ ആ വാൽവ് ഒരിക്കലും ആ പൊസിഷനിൽ നിന്ന് മാറാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന് റെഡ് സോക്കറ്റ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ സോക്കറ്റ് റെഡ് സോക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ബാൻഡുകൾ നമ്മുടെ ടേപ്പ് റെക്കോർഡിൻ്റെ ഒക്കെ ബട്ടൺ പോലെയാണ്. പുഷിങ് ടൈപ്പ് ബാൻഡ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വോളിയം, അതുപോലെ തന്നെ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നത്. ഇത് നമ്മൾ തിരിക്കുമ്പോൾ ഈ ഗാങ് കണ്ടൻസർ ഒരു ചരട് വഴി അത് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് കറങ്ങുകയും അതിൻ്റെ വേരിയബിൾ കണ്ടൻസർ പ്രവർത്തിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റേഷനുകൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. IFT ഒക്കെ ഈ കാലയളവിലെ IFT പോലെ തന്നെയുള്ള IFT ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. IF ട്രാൻസ്ഫോർമർ. പിന്നെ ഇത് ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഡിസ്പ്ലേയുടെ ഒരിതാണ്. അതായത് ഓഡിയോ ലെവലായിട്ട് ഇത് ഈ വാൽവ് പച്ച നിറത്തിൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ഡിസ്പ്ലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൃത്യം അതിൻ്റെ ആകെ നീളത്തിൻ്റെ മധ്യഭാഗത്തിലൂടെ ഒരു 1/2 ഇഞ്ച് വ്യാസത്തിലൊരു ബ്ലാക്ക് സ്പേസ് വരികയും ഓഡിയോയുടെ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ അനുസരിച്ച് അതിന് ഡിസ്റ്റൻസ് വരികയും ചെയ്യും, കൂടുകയും കുറയുകയും ചെയ്യും. ഒരു പ്രത്യേക ഭംഗിയാണ്. ശബ്ദത്തോടനുസരിച്ച് നമ്മുടെ കണ്ണിനും ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്, ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ശബ്ദം കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരു ലൈറ്റ് അതേ താളത്തിൽ മിന്നുകയോ കെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ശാസ്ത്രീയത അനുസരിച്ച് പ്രത്യേകമായിട്ട് നമുക്കതിനെ ഉൾക്കൊള്ളുവാനോ ലയിക്കുവാനോ സാധിക്കും. അതുകൊണ്ടാണ് അവരങ്ങനെ അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തെ നിർമ്മാണത്തിൽ നമ്മുടെ പഴയ പാഴ്സുകൾ വളരെ വ്യത്യാസമാണ്. ഇപ്പോഴത്തെ പാഴ്സുകളെ അപേക്ഷിച്ച് വളരെ വ്യത്യാസമാണ്. റെസിസ്റ്റൻസ് ഒക്കെ ഏറെക്കുറെ ഒരുപോലെയാണ് തോന്നുന്നത്. പിന്നെ അതിൻ്റെ ഓസിലേറ്റർ കോയിലുമൊക്കെ പണ്ടത്തെ പോലെ തന്നെയാണ്. ട്രിമ്മറൊക്കെ വളരെ ഒരു വ്യത്യസ്തരമായിരിക്കുന്ന രീതിയിലാണ് ട്രിമ്മർ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കപ്പാസിറ്ററുകൾക്ക് PF കപ്പാസിറ്ററുകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. ഇന്ന് ഈ കാലയളവിൽ ഇതേ രീതിയിലുള്ള കപ്പാസിറ്ററുകൾ വളരെ കുറവാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു സൈഡിലൂടെ തന്നെ അതിൻ്റെ പൊളാരിറ്റി കിട്ടുന്ന ഒരു രീതിയിലുള്ള കപ്പാസിറ്ററുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണമൊക്കെ വളരെ മനോഹരമാണ്. കാലപ്പഴക്കം ആണ്. മറ്റ് ബോർഡുകളൊന്നുമില്ലാതെ PCB ഉപയോഗിക്കാതെ തന്നെ മൊത്തം കൈപ്പണിയായിട്ട് അതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്, സോൾഡർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ആ കാലഘട്ടങ്ങളിൽ തന്നെ ഇതിന് സോൾഡറിങ്ങും ഉണ്ടായിരുന്നു. ഏത് രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നതെന്നുള്ള അറിയത്തില്ല.
പക്ഷേ അത് ഈ ഉരുക്കി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടാണ്. ഇതിൻ്റെ ബാൻ സ്വിച്ച് കണ്ടോ, എത്ര പോളുകളാണെന്ന് നോക്കി. ചതുരക്കട്ട ഈ കാലയളവിൽ ഇതുപോലെയുള്ള ഒരെണ്ണം ഡിസൈൻ ഇല്ല. കാരണം നമ്മുടെ ഇലക്ട്രോണിക്സ് മേഖലകളിൽ ജപ്പാൻ ടെക്നോളജിയിൽ ഒത്തിരി സൈസ് സ്ലൈഡ് സ്വിച്ചുകളുണ്ട്. പക്ഷേ ഇത്രയും കണക്ഷനായിട്ട് ഇതേ രീതിയിൽ സമചതുരത്തിൽ വരുന്നൊരു ഡിസൈൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ പ്രയാസമാണ് കണ്ടെടുക്കുവാൻ. നോക്ക് എത്ര മനോഹരമാണ് നോക്കുന്നത്. ഇതിൻ്റെ വോളിയം കൺട്രോളിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ വേരിയബിൾ ചെയ്യുന്ന ഭാഗം നല്ല വട്ടമാണ്. അതൊക്കെ 1 ഇഞ്ച് ഓളം വ്യാസമുള്ള കൺട്രോളുകളാണ് ഇതൊക്കെ. അന്നത്തെ കാലയളവിലെ പി എഫുകൾ ചതുരക്കട്ട ഉണ്ട്, പ്ലേറ്റ് രീതിയിലുള്ള പി എഫ് കപ്പാസിറ്ററുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റോളായിട്ടുള്ളത് നല്ല വലിപ്പമാണ്. അതിൻ്റെ നിറങ്ങളൊക്കെ വളരെ വ്യത്യാസമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പണ്ട് കാലം മുതൽ തന്നെ എനിക്ക് റേഡിയോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ടൈപ്പ് റേഡിയോകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊരു വാൽവ് പോലെ തന്നെ ഊരിയെടുക്കാവുന്നതൊക്കെയാണ്. അപ്പം പ്രിയമുള്ളവരെ, നിങ്ങളിത് പരിചയപ്പെട്ടല്ലോ. മനോഹരമായിരിക്കുന്ന ഏതാണ്ട് 60 വർഷത്തോളം പഴക്കമുള്ള ഒരു റേഡിയോയുടെ അകത്ത ബോർഡാണ് ഈ കാണുന്നത്. അതിൻ്റെ ട്രാൻസ്ഫോർമറിൻ്റെ ഡിസൈനൊക്കെ ഇതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. നോക്ക്, ഇതൊക്കെ ഈ തലമുറയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്കിത് അറിയത്തില്ല. ഇതിൻ്റെ ഒരു പുതിയ ടെക്നോളജിയിലേക്ക് പോകുമ്പോൾ ഇതിനെയൊക്കെ തള്ളിക്കളയുന്ന ഒരു സമൂഹമാണ് ഉള്ളത്. എന്നാൽ ഇതൊരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ്. ഒരു ചരിത്ര പശ്ചാത്തലം ഇതിൽ ഉണ്ട്. ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ആരംഭ കാലഘട്ടത്തെയും ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതുകൊണ്ട് ഞാനിതൊന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്കും കാണുവാനൊരു ഭാഗ്യമുണ്ടായത് ഇതുപോലെയുള്ള സംഭവങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അനേക മ്യൂസിയങ്ങളിലൊക്കെ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും, ഇതുപോലുള്ള റേഡിയോകൾ. നിർത്തട്ടെ. ഇതിന് 5 വാൽവുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്.